Good morning everyone. Today we'll be discussing about border molding and post dam. ബോർഡർ മോൾഡിങ്ങിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത് സിംഗിൾ സ്റ്റെപ്പ് ബോർഡർ മോൾഡിങ്ങിനെ പറ്റിയും അതുപോലെ PPSനെ പറ്റിയിട്ടുമാണ്. നമുക്കിപ്പം ബോർഡർ മോൾഡിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. The shaping of the border areas of an impression material by functional or manual manipulation of the soft tissue adjacent to the borders to duplicate the contour and size of the vestibule. ബോർഡർ മോൾഡിങ് ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മെറ്റീരിയൽസ് നമുക്ക് ബോർഡർ മോൾഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. ഗ്രീൻ സ്റ്റിക്ക് ഇംപ്രഷൻ കോമ്പൗണ്ട് യൂസ് ചെയ്യാം, ഇലാസ്റ്റോമറിക് ഇംപ്രഷൻ മെറ്റീരിയൽ യൂസ് ചെയ്യാം, ഇംപ്രഷൻ വാക്സസ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ സിലിക്കൺ മെറ്റീരിയലും ഉപയോഗിക്കാം. ടെക്നിക്സ് ഓഫ് ബോർഡർ മോൾഡിങ് 2 ടെക്നിക്കുകളാണുള്ളത്. സെക്ഷണൽ ഓർ ഇൻക്രിമെൻ്റൽ ബോർഡർ മോൾഡിങ് ആൻഡ് സിംഗിൾ സ്റ്റെപ്പ് ഓർ സൈമൾട്ടേനിയസ് ബോർഡർ മോൾഡിങ്. അതിൽ സെക്ഷണൽ ഓർ ഇൻക്രിമെൻ്റൽ ബോർഡർ മോൾഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഗ്രീൻ സ്റ്റിക്ക് ഇംപ്രഷൻ കോമ്പൗണ്ടാണ്. സിംഗിൾ സ്റ്റെപ്പ് ഓർ സൈമൾട്ടേനിയസ് ബോർഡർ മോൾഡിങ്ങിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലാസ്റ്റോമറിക് ഇംപ്രഷൻ മെറ്റീരിയലായ പോളി ഈതറാണ്. അതല്ല എങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇംപ്രഷൻ വാക്സ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ സിലിക്കൺ മെറ്റീരിയലും ഉപയോഗിക്കാം. ഇൻക്രിമെൻ്റ് ഓർ സെക്ഷണൽ ബോർഡർ മോൾഡിങ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം ട്രേ 2 mm ഷോർട്ടാക്കുക. അതായത് സൾക്കസിൽ നിന്നും 2 mm ഷോർട്ടായിരിക്കണം കസ്റ്റം ട്രേ. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഗ്രീൻ സ്റ്റിക്ക് കോമ്പൗണ്ട് ഫ്ലെയിമിന് മേലെ കാണിച്ച് സോഫ്റ്റൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ലൂസ് ആവണം, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഫ്ലെയിമിൽ കാണിക്കുക. അങ്ങനെ സോഫ്റ്റൻ ചെയ്ത ഗ്രീൻ സ്റ്റിക്ക് കോമ്പൗണ്ട് നമ്മൾ കസ്റ്റം ട്രേയുടെ ബോർഡറിൽ വെച്ചിട്ട് അതിനുശേഷം വാം വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇൻട്രാ ഓറലി വെക്കാൻ. പേര് പറയുന്നത് പോലെ നമ്മൾ ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് ആഡ് ചെയ്താണ് പോവുക. അപ്പോൾ ലേബിയൽ ആഡ് ചെയ്ത് ഇൻട്രാ ഓറലി വെച്ച് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് അടുത്ത് ബക്കൽ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് പെരിഫറൽ സീൽ അങ്ങനെയാണ് പോവുക. ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് ഓരോ തവണ ബോർഡർ മോൾഡ് ചെയ്തതിന് ശേഷം കോൾഡ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം അടുത്ത ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഫുൾ പെരിഫറൽ സീൽ വരെ ചെയ്തതിന് ശേഷം കോൾഡ് വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും റിട്ടൻഷനും സ്റ്റെബിലിറ്റിയും ഉണ്ടോ എന്ന് തിരിച്ച് ട്രേ വെച്ചിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. മാക്സിലറി ബോർഡർ മോൾഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. മുന്നേ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലേബിയൽ ഫ്ലാഞ്ചിൽ തന്നെ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിന് 2 ടൈപ്പ് ഉണ്ട്. ആക്റ്റീവ് മൂവ്മെൻറ്റും ഉണ്ട്, പാസീവ് മൂവ്മെൻറ്റും ഉണ്ട്. ആക്റ്റീവ് മൂവ്മെൻറ്റിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു പക്കർ ദ ലിപ്സ്. പിന്നെ പാസീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിപ്സ് ആർ എലിവേറ്റഡ് ആൻഡ് ദെൻ എക്സ്റ്റെൻഡഡ് ഔട്ട്വേർഡ്സ്, ഡൗൺവേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്. നെക്സ്റ്റ് ബക്കൽ ഫ്ലാഞ്ച് ആണ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മേ ബി പെർഫോംഡ് യൂണിലാറ്ററലി. അതായത് നമുക്ക് 2 സൈഡും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ആദ്യം ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പം റൈറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻക്രിമെൻ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ചെയ്യുക. അപ്പോൾ ബക്കൽ ഫ്ലാഞ്ചിലും നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ്. ആക്റ്റീവ് മൂവ്മെൻറ്റും ഉണ്ട്, പാസീവ് മൂവ്മെൻറ്റും ഉണ്ട്. ആക്റ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു പക്കർ ദ ലിപ്പ് ആൻഡ് സ്മൈൽ. അതുപോലെ പാസീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചീക്ക് ഈസ് എലിവേറ്റഡ് ആൻഡ് പുൾഡ് ഔട്ട്വേർഡ്സ്, ഡൗൺവേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ് ആൻഡ് മൂവ്ഡ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്. നെക്സ്റ്റ് ഡിസ്റ്റോബക്കൽ ഏരിയ. ദിസ് ഷുഡ് ബി പെർഫോംഡ് ബൈലാറ്ററലി. ഇതിനും സെയിം തന്നെയാണ്. ആക്റ്റീവും ഉണ്ട്, പാസീവ് മൂവ്മെൻറ്റും ഉണ്ട്. അതിൽ ആക്റ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു ഓപ്പൺ ദ മൗത്ത് വൈഡ്, ക്ലോസ് ആൻഡ് മൂവ് ദ മാൻഡിബിൾ ഫ്രം സൈഡ് ടു സൈഡ്. ഇനി പാസീവ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചീക്ക് ഈസ് പുൾഡ് ഔട്ട്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ്. നെക്സ്റ്റ് പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് മൂവ്മെൻറ്റ് വഴിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദ പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു സേ ഇൻ ഷോർട്ട് ബേസ്റ്റ് ടു റെക്കോർഡ് ദിസ് ഏരിയ. ദിസ് പിക്ചർ ഷോസ് ദ സീക്വൻസ് ഓഫ് ബോർഡർ മോൾഡിങ് ഇൻ maxilla. First we have to start with labial flange, then buccal flange, then distobuccal flange and last posterior palatal seal area. Knowing the anatomy in maxillary region, നമുക്കൊരു ടേബിളിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ലാൻഡ്മാർക്ക്, മൂവ്മെൻറ്റ്സ് ആൻഡ് മസിൽ ആക്ടിങ് എന്ന് കൊടുക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന ലാൻഡ്മാർക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബിയൽ ഫ്രീനം.
നമ്മൾ കൊടുക്കുന്ന മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേഷൻ ഓഫ് ലിപ്പ് അപ്വേർഡ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രീനത്തിൽ ഓൾറെഡി മസിൽസ് ഒന്നും അറ്റാച്ച്ഡ് അല്ല, അതുകൊണ്ട് മസിൽസ് ആക്ടിങ് വരുമ്പോൾ നോ മസിൽസ് എന്നാണ് വരിക. അതുപോലെ അടുത്ത് ലേബിയൽ വെസ്റ്റിബ്യൂൾ നോക്കാം. അതിൽ കൊടുക്കുന്ന മൂവ്മെൻറ്റ് എന്താണ്? എലിവേറ്റിംഗ് ദ അപ്പർ ലിപ്പ് ഔട്ട്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ്. മസിൽസ് ആക്ടിങ് ഏതൊക്കെയാണ്? ഓർബിക്കുലാരിസ്, ഓറസ് മാത്രമാണ് അവിടെയുള്ള മസിൽ ആക്ടിങ്ങിൽ വരിക. പിന്നെ അടുത്ത ലാൻഡ്മാർക്ക് എന്ന് പറയുമ്പോൾ ബക്കൽ ഫ്രീനം. അതിൽ മൂവ്മെൻറ്റ്സ് ഏതാണെന്ന് നോക്കുമ്പം എലിവേറ്റിംഗ് ദ ചീക്ക് ഔട്ട്വേർഡ്, ഇൻവേർഡ്, ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ്, ഫോർവേഡ്സ്. അപ്പോൾ അതിൽ മസിൽസ് ആക്ടിങ് അവിടെ ഏതൊക്കെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിക്കുലാരിസ് ഓറസ്, ബക്സിനേറ്റ്, ലീവേറ്റ്, ആംഗുലേ, ഓറസ്. അടുത്തത് ഡിസ്റ്റോബക്കൽ റീജിയൻ നോക്കാം. അവിടെ എന്തൊക്കെ മൂവ്മെൻറ്റ്സാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റിംഗ് ദ ചീക്ക് ഔട്ട്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഓൾസോ ഓപ്പണിംഗ് ദ മാൻഡിബിൾ വൈഡ് ആൻഡ് മൂവിങ് ദ മാൻഡിബിൾ സൈഡ് ടു സൈഡ്. അപ്പോൾ മസിൽസ് ആക്ടിങ് എന്ന് പറയുമ്പോൾ കൊറോണോയിഡ് പ്രോസസ് ഓഫ് മാൻഡിബിൾ ആണ് വരിക. അടുത്ത ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ. അപ്പോൾ അവിടെ കൊടുക്കുന്ന മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ബൈ ആസ്കിങ് ദ പേഷ്യൻറ്റ് ടു സേ ആ ഇൻ അൺഎക്സാജറേറ്റഡ് മാനർ വിത്ത് ഹിസ് ഹെഡ് ബെൻഡ് ഡൗൺവേർഡ്. അപ്പോൾ അവിടെ വരുന്ന മസിൽസ് ആക്ടിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ ഓഫ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് പാലറ്റാണ് വരിക. ബോഡം മോൾഡിങ് ഇൻ മാൻഡിബുലർ റീജിയൻ. ലേബിയൽ ഫ്ലാഞ്ച്. ലേബിയൽ ഫ്ലാഞ്ചിൽ പാസീവ് മൂവ്മെൻറ്റ് വഴിയാണ് റെക്കോർഡ് ചെയ്യുക. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിപ്പ് ഇസ് സ്ലൈറ്റ്ലി ലിഫ്റ്റഡ് ഔട്ട്വേർഡ്, അപ്വേർഡ് ആൻഡ് ഇൻവേർഡ്. ബക്കൽ ഫ്ലാഞ്ച്. ബക്കൽ ഫ്ലാഞ്ചിനെ നമുക്ക് രണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാം. ബക്കൽ ഫ്രീനം ഏരിയ ആയിട്ടും ഡിസ്റ്റോ ബക്കൽ ഏരിയ ആയിട്ടും. അപ്പോൾ അതിൽ ബക്കൽ ഫ്രീനം ഏരിയ ക്യാൻ ബി പെർഫോംഡ് യൂണിലാറ്ററലി. അതിൽ ആക്റ്റീവ് മൂവ്മെൻറ്റും ഉണ്ട്, പാസീവ് മൂവ്മെൻറ്റും ഉണ്ട്. ആക്റ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു പക്ക് ആൻഡ് സ്മൈൽ. പാസീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചീക്ക് ഈസ് ലിഫ്റ്റഡ് ഔട്ട്വേർഡ്, അപ്വേർഡ് ആൻഡ് ഇൻവേർഡ് ആൻഡ് മൂവ്ഡ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഇനി ബക്കൽ ഫ്ലാഞ്ചിലെ തന്നെ ഡിസ്റ്റോ ബക്കൽ ഏരിയ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി പെർഫോംഡ് ബൈലാറ്ററലി. പാസീവ് മൂവ്മെൻറ്റ് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദ ചീക്ക് ഈസ് പുൾഡ് ബക്കലി ആൻഡ് ദെൻ മൂവ്ഡ് അപ്വേർഡ് ആൻഡ് ഇൻവേർഡ്. മെസിട്രിക് നോച്ച് റെക്കോർഡ് ചെയ്യുന്നത് ആക്റ്റീവ് മൂവ്മെൻറ്റ് വഴിയാണ്. ദ മെസിട്രിക് നോച്ച് ഇസ് റെക്കോർഡഡ് ബൈ ആസ്കിംഗ് ദ പേഷ്യൻറ്റ് ടു ക്ലോസ് വൈൽ ഡെൻറ്റിസ്റ്റ് എക്സേർട്സ് എ ഡൗൺവേർഡ് പ്രഷർ ഓൺ ദ ട്രേ. ഇനി റിട്രോമോളാർ പാഡ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും ആക്റ്റീവ് മൂവ്മെൻറ്റ് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദ പേഷ്യൻറ്റ് ഇസ് ആസ്ക്ഡ് ടു വൈഡ് ഓപ്പൺ ആൻഡ് ക്ലോസ് വൈൽ ദ ഡെൻറ്റിസ്റ്റ് എക്സേർട്സ് എ ഡൗൺവേർഡ് പ്രഷർ ഓൺ ദ ട്രേ. ലിംഗ്വൽ ഫ്ലാഞ്ച്. ലിംഗ്വൽ ഫ്ലാഞ്ച് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻറ്റീരിയർ ലിംഗ്വൽ ഫ്ലാഞ്ച്, മിഡിൽ പോർഷൻ ഓഫ് ദ ലിംഗ്വൽ ഫ്ലാഞ്ച് ആൻഡ് ഡിസ്റ്റോ ലിംഗ്വൽ ഫ്ലാഞ്ച്. ഇതിൽ ആൻറ്റീരിയർ ലിംഗ്വൽ ഫ്ലാഞ്ച് ആക്റ്റീവ് മൂവ്മെൻറ്റ് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദ പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു പ്രൊട്രൂഡ് ദ ടങ് ആൻഡ് പുഷ് ദ ടങ് എഗെയിൻസ്റ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ പാലറ്റ്. അതുപോലെ അടുത്ത് മിഡിൽ പോർഷൻ ഓഫ് ദ ലിംഗ്വൽ ഫ്ലാഞ്ച് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആക്റ്റീവ് മൂവ്മെൻറ്റ് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. The patient is asked to protrude the tongue and lick the upper lip from side to side. This can be performed bilaterally. Distolingual flange. ഇത് ആക്റ്റീവ് മൂവ്മെൻറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. The patient is asked to protrude the tongue and the tongue in the distal part of the palate in right and left buccal vestibules. This can be performed bilaterally. This picture shows the sequence of border molding in mandible. First starts with labial flange, then buccal flange, the next distobuccal area including mesentric notch, then anterior lingual flange, then middle portion of the lingual flange and last distolingual flange. Knowing the anatomy of mandibular region. ആദ്യത്തെ ലാൻഡ്മാർക്ക് ലേബിയൽ ഫ്രീനം. മൂവ്മെൻറ്റ്സ് റെക്കോർഡഡ് ബൈ എലിവേഷൻ ഓഫ് ലോവർ ലിപ്പ്, മസിൽ ആക്ടിംഗ് ഇൻസിസീവസ്. ലേബിയൽ ഫ്ലാഞ്ച്. Movements recorded by elevating the upper lip and extended it outwards, downwards and inwards. Muscle acting orbicularis oris, incisive labiae inferioris. Buccal frenum. Movements recorded by elevating the cheek outward and downward, inward, backward and forward. Muscle acting triangularis, buccinator and orbicularis. Distobuccal region. Movements recorded by extending the cheek outwards, inwards and upwards. Muscle acting masseter. Lingual flange. Movements recorded by moving the tongue from side to side. Muscles acting in anterior region genioglossus, in middle region mylohyoid and in posterior region
superior constrictor and palatoglossus. Lingual freedom. Movements recorded by asking the patient to protrude his or her tongue outward to touch his or her lip. No muscles are acting. Next, mesenteric notch. Movements recorded by asking the patient to close against force or bite. Muscles acting, masseter and buccinator. Single step or simultaneous bottom molding. In this method, the entire periphery of the tray is refined in a single step. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ an adhesive is applied on the outer surface and inner surface of the tray and inner border of the tray. Then the wax spacer along the periphery of the tray is scraped off. Then the polyether impression material is mixed using less amount of catalyst to increase the working time. The mix is then loaded in the syringe. The materials syringed along the border of the tray and contoured using wet fingers. The patient should be seated in upright position and the lips and cheeks are retracted and the tray is placed on the mouth. Deficiencies in the vestibule can be filled using excess material from other area. Then passive movement in maxilla and mandible should be carried out. After the bottom molding, when polyether impression material sets, then the tray is removed. The borders are examined for deficiencies and overextension. Postdam or posterior palatal seal area. It is defined as a soft tissue along the junction of the hard and soft palates on which pressure within the physiologic limits of the tissues can be applied by a denture to aid in the retention of the denture. Vibrating line. It is an imaginary line across the posterior part of the palate, marking the division between the movable and immovable tissues of soft palate. Posterior vibrating area ആ ഒരു ലിമിറ്റ്സിനുള്ളിൽ വരുന്ന ലാൻഡ് മാർക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമുല നോച്ച്, വൈബ്രേറ്റിംഗ് ലൈൻ, മിഡ് പാലറ്റൽ സ്വിച്ച്, ഗ്ലാൻഡുലാർ സോൺ, ഫോവിയ പാലറ്റിന. അപ്പോൾ ഈ ലാൻഡ് മാർക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇംപ്രഷൻസ് ഇൻ കംപ്ലീറ്റ് ഡെഞ്ചറിൽ അനാറ്റമിക് ലാൻഡ് മാർക്സ് ഡിസ്കസ് ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ സോഫ്റ്റ് പാലറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി സോഫ്റ്റ് പാലറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോഫ്റ്റ് പാലറ്റ്. Based on the degree of flexure that the soft palate makes with the hard palate and the width of the palatal seal area, the soft palate configurations may be classified as Class 1, Class 2 and Class 3. Class 1. It indicates soft palate that is rather horizontal or as an extension posteriorly with minimum muscular activity. The separation between anterior and posterior vibrating line thus having wide PPS area yielding more retentive denture base. Almost horizontal with little movement making angle less than 10 degree with hard palate. Most favorable as it allows best tissue coverage, that is more than 5 mm, and development of a wide posterior palatal seal area. Class 2. The soft palate that has a medium curvature and allow for a medium width of the posterior palatal seal area. Palatal contour lies between Class 1 and Class 3. It makes a 45 degree angle with the hard palate. Tissue coverage area is less than Class 1, that is around 3 to 5 mm. Class 3. It is seen in conjugation with high V-shaped palatal vault. There is few millimeters of separation between the anterior and posterior vibrating lines. Thus, the posterior palatal seal area would be small and the retention is less. It makes a 70 degree angle with the hard palate. Least favorable as it allows least tissue coverage, that is less than 3 mm. Thank you.